ഹായ് ഓൾ, ഞാൻ സിതാര ഉണ്ണി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൻ്റൽ ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും അത് പൊളിറ്റിക്കൽ ഫ്രീഡമാണ്, അല്ല റൂൾസ് റെഗുലേഷൻസ് ഓതോറിറ്റീസ് അതിൽ നിന്നൊക്കെയുള്ള ഫ്രീഡം ആണെന്ന് വിചാരിക്കും. പക്ഷേ മെൻ്റൽ ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ കുറച്ച് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് മെൻ്റൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസിഷൻസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാനും അതിനുള്ള ഒരു ഫ്രീഡമാണ് മെൻ്റൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളിലും നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മെൻ്റൽ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുമ്പം പലപ്പോഴും നമ്മുടെ പല സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒപ്പീനിയൻസ് ഒന്നും നമുക്ക് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാറില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഒരു സോഷ്യൽ സെറ്റിങ്ങിലാണെങ്കിൽ ഒരു ഗ്യാതറിങ്ങിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒപ്പീനിയൻസ് പറഞ്ഞ ആൾക്കാർ എങ്ങനെ എടുക്കും, അത് തെറ്റിപ്പോവോ, ജഡ്ജ്മെൻറ്റിനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാറില്ല. പക്ഷേ ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മുടേതായ ഇമോഷൻസ് ഫീലിങ്സ് നമ്മുടേതായ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്റ്റീവായ രീതിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് ഇമോഷണൽ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു ജയിലറയിലാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അതായത് നമ്മുടെ ഒരു മെൻ്റലി നമ്മൾ തന്നെ ഒരു ജയിലറകളിൽ കഴിയാറുണ്ട്. അത് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ടി വരാറ്. അത് ചിലപ്പോൾ ഒരു കുറച്ച് സമയത്തേക്കാവാം, അല്ലെങ്കിൽ ഒത്തിരി സമയത്തേക്കാവാം. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പാസ്റ്റ് ഫെയിലിയേഴ്സ് നമ്മൾ ഒരുപാട് ബോദർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി ആയിരിക്കാം, എന്ത് സംഭവിക്കും, എങ്ങനെ ചെയ്യാൻ പറ്റും, എൻ്റെ ലൈഫ് എങ്ങനെ ആയിത്തീരും എന്നുള്ള ഒരു ടെൻഷനായിരിക്കാം. പക്ഷേ ഒരു പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മെൻ്റൽ ഇമോഷണൽ ഫ്രീഡം ശരിയായ രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അവരെപ്പോഴും അവരുടെ പ്രസൻറ്റിനെ കുറിച്ച് അവരെപ്പോഴും അവരുടെ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ അതൊക്കെ അവർ ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അങ്ങനെ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇമോഷണൽ മെൻ്റൽ ഫ്രീഡം നമുക്ക് അനുഭവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ബെറ്ററായിട്ട് നമുക്ക് ലൈഫിനെ എൻജോയ് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയൊക്കെ നമുക്ക് മെൻ്റൽ ഇമോഷണൽ ഫ്രീഡം ആസ്വദിക്കാൻ പറ്റും? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ചുകൂടി സെൽഫ് അവെയർഡ് ആവുക. നമ്മളെങ്ങനെയാണ്, നമ്മുടെ തിങ്കിങ് എങ്ങനെയാണ്, നമ്മുടെ മെൻ്റൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്നുള്ള ഒരു സെൽഫ് അവെയർ ആയിരിക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി മെഡിറ്റേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, പ്രെയർ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം, നല്ല ഹെൽത്തി റിലേഷൻസ് ആയിരിക്കാം, റീഡിങ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന സെൽഫിനെ നമ്മൾ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമ്മുടെ സെൽഫ് അവെയർനെസ്സും നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റൽ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നല്ലൊരു മെൻ്റലി ഇമോഷണലി ഫ്രീ ആയിട്ടുള്ള ഫ്രീഡം എൻജോയ് ചെയ്തുള്ള ഒരു ലൈഫ് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.